Hello dear students. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഈ 5 മോഡ്യൂൾസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മിനിമം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുവാണെങ്കിൽ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 5th മോഡ്യൂളിൽ തന്നെ തുടങ്ങാം. 5th മോഡ്യൂളിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നമുക്കറിയാം സിലബസ് നമുക്കറിയാം 2 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫയൽ സിസ്റ്റം, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫയൽ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു ഈ ഫസ്റ്റ് ടോപ്പിക് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ഓപ്പറേഷൻസ്, ടൈപ്സ്, ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ആക്സസ് മെത്തേഡ്സിൽ നിന്നും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഫ്രം പ്രൊട്ടക്ഷൻ നിന്നും ചോദിക്കാം, ദാറ്റ് ഈസ് ആക്സസ് മെട്രിക്സ് ഇതിൽ ചോദിക്കാം. ദെൻ അലോക്കേഷൻ മെത്തേഡ് അതിൽ നിന്നും ചോദിക്കാം. സോ ഇത്രയും ടോപ്പിക്സാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് സ്റ്റോറേജ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് മെയിൻലി ഡിസ്ക് ഷെഡ്യൂളിങ്ങിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, ദെൻ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ബാഡ് ബ്ലോക്സ് എന്താണെന്ന് ചോദിക്കാം. സോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നിന്ന് ചോദിക്കും. സോ നമുക്ക് ഓവറോളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5th മോഡ്യൂളിൽ നിന്നും പ്രോബ്ലമായിട്ട് ചോദിക്കുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5th മോഡ്യൂളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. That is file types, file operation, file attributes. So what is a file? എന്താണ് ഒരു ഫയൽ എന്ന് പറയുന്നത്? File, it's a named collection of related information that is recorded on a secondary storage. Okay, അതായത് it's a named collection of related information. Related information means file. File എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ടും ജസ്റ്റ് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങളൊരു ഫയലിനകത്ത് എന്തുണ്ടാവും? നിങ്ങളുടെ ഇപ്പം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അതായത് 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ അകത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ഫയൽ, സപ്പോസ് വേറൊരു ഫയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസസ് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ്, അത് നിങ്ങൾ വേറെ ഫയലിൽ സെപ്പറേറ്റ് ഹോൾഡ് ചെയ്യും. സോ ആ ഒരു പേര് കൊടുക്കും ഓരോ ഫയലിൻ്റെ അകത്ത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ ഫയൽ. ഇവിടെയും അതാണ്. ഒരു ഫയലിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് തന്നെ ആ ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റ് അല്ലേ നമ്മൾ ആ ഫയൽ സേവ് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ ഡെഫിനേഷൻ പറയാം. ഇറ്റ്സ് എ നെയിംഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ദറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ സെക്കൻഡ് സ്റ്റോറേജ്. സെക്കൻഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഡിസ്ക്, ദെൻ ഹാർഡ് ഡിസ്ക് എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയൊരു ഡെഫിനേഷൻ പറയാം. ഫയൽ ഈസ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്, ബിറ്റ്സ്, lines or records whose meaning is defined by the file creator and user. So that means the information in a file is defined by its creator. ആരാണ് ഈ ഫയലിൻ്റെ അകത്തുള്ള ഇൻഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? The file who the creator of the file, അല്ലെങ്കിൽ the file who created, the person who created that particular file. Okay, and also നമുക്ക് ഫയൽ എന്ന് പറയുന്ന ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലോജിക്കൽ റെക്കോർഡ്സ് എന്ന് പറയാം. കളക്ഷൻ ഓഫ് ലോജിക്കൽ റെക്കോർഡ്സ് എന്ന് പറയാം. കാരണം എന്താണ് കളക്ഷൻ ഓഫ് ലോജിക്കൽ റെക്കോർഡ്സ് എന്ന് പറയാം? ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്നും പറയാം. ഒരു ഫയലിൻ്റെ അകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. പല ഡെഫിനേഷൻസും നമുക്ക് ഫയലിലുണ്ട്. ഓക്കെ, ഇനി ഫയലിന് ഇറ്റ് ഹാസ് എ ഡിഫൈൻഡ് സ്ട്രക്ചർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടൈപ്പ്. ഒരു ഫയലിന് ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കും. ദാറ്റ് ഫയൽ മേ ബി എ ടെക്സ്റ്റ് ഫയൽ മേ ബി എ ഡോക്യുമെൻറ്റ് ഫയൽ ഓർ എ പ്രസൻറ്റേഷൻ ഫയൽ, എനിത്തിങ്. ദെൻ സോഴ്സ് ഫയൽ ഇസ് വെൻ യു റൈറ്റ് എ C program, we will be saving the program as, for example, the name of the file is sum, then sum.c. Maybe it's a Java program, നമ്മൾ സേവ് ചെയ്യുന്ന sum.java. So these are all source file. Similarly, the executable file. Okay,
.exe ഫയൽസാണ് എക്സിക്യൂട്ടബിൾ ഫയൽസ് വരുന്നത്. അതേപോലെ ഒബ്ജക്റ്റ് ഫയൽസ് ഉണ്ട്. ഒബ്ജക്റ്റ് ഫയൽസ് എന്ന് പറയുമ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫയൽസാണ് ഒബ്ജക്റ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ ഫയലിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് അതിൻ്റെ ടൈപ്പ്, ഫയലിന് ഒരു ഡിഫൈൻഡ് സ്ട്രക്ചർ ആവും അതിൻ്റെ ടൈപ്പ് വെച്ചിട്ട്. ഓക്കെ, ഇതാണ് ബേസിക് ഡെഫിനേഷൻ ഓഫ് എ ഫയൽ. ഇനി നമുക്ക് ഫയൽ, ഓക്കെ, ഇനി ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അതിലാദ്യം നമുക്ക് ഫയൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫയൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് എ ഫയൽ ആട്രിബ്യൂട്ട്? ക്വസ്റ്റ്യൻ, നമ്മൾ ഫയൽ ആട്രിബ്യൂട്ട്, ഫയൽ ടൈപ്സ് ആൻഡ് ഫയൽ ഓപ്പറേഷൻസ്. സോ വാട്ട് ഈസ് എ ഫയൽ ആട്രിബ്യൂട്ട്? എന്താണ് ഒരു ഫയൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ഫയലിന് ഒരു പേരും ഉണ്ടാകും ആൻഡ് ഓൾസോ എ ഡേറ്റ. ദ ഫയൽ കണ്ടെയ്ൻസ് എ നെയിം ആൻഡ് എ ഡേറ്റ. ഓക്കെ, അപ്പം എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്? ഓരോ ഫയലിൻ്റെ ആട്രിബ്യൂട്ട് ഇറ്റ് മേ വേരി ഫ്രം one operating system to another, but it typically consists of these. So what are the attributes of a file? ഒരു ഫയൽ നെയിം ചെയ്യുന്നത് the convenience of the human users and is referred to it by its name. Okay, so what are the file attributes? First one is the name itself. Name means it's a name used to uniquely identify a file stored in the file system, or the information, the file name is the information kept in the human readable form. Okay, then what is identifier? That is, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ സം.c എന്നല്ലേ, അപ്പോൾ നമുക്ക് ആ പേര് ഹ്യൂമൻ റീഡബിൾ ഫോം ആണ്. ടു ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ദ പെർട്ടിക്കുലർ ഫയൽ ടു ബി സ്റ്റോർഡ് ഇൻ എ ഫയൽ സിസ്റ്റം. ഓക്കെ, then what is identifier? എന്താണ് ഐഡൻറ്റിഫയർ? It's a unique tag, usually a number, identifies the file within the system. ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു യൂണിക് ടാഗാണ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് നോൺ ഹ്യൂമൻ റീഡബിൾ നെയിം. ഈ ഒരു ഫയൽ സിസ്റ്റം സ്റ്റോർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് യൂണിക് ടാഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്പ്. Type is what? It's this information needed for systems that support different types of files. Different types of files support ഈ information പറയുന്നത്. അതായത് it may be that means the ability of the operating system to distinguish different types of files. എന്ന് പറഞ്ഞാൽ it may be a different types of file means ഞാൻ നേരത്തെ പറഞ്ഞത് it may be a text file or the source file or the executable file etc. ഇങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് ഫയൽസ് ആണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയൽ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തത്. ഇപ്പോൾ .c ആണെങ്കിൽ എനിക്ക് പറയാം ഇറ്റ്സ് എ സോഴ്സ് ഫയൽ. ഇനി .doc ആണെങ്കിൽ എനിക്ക് പറയാം ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഫയൽ. ഇനി .txt ആണെങ്കിൽ എനിക്ക് പറയാം ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഫയൽ. സോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് നമ്മൾ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ലൊക്കേഷൻ. വാട്ട് ഈസ് ദിസ് ലൊക്കേഷൻ? എന്താണ് ലൊക്കേഷൻ? ദിസ് ഇൻഫോർമേഷൻ ഇസ് എ പോയിന്റഡ് ടു എ ഡിവൈസ് ആൻഡ് ടു ദ ലൊക്കേഷൻ ഓഫ് ദ ഫയൽ ഓൺ ദാറ്റ് ഡിവൈസ്. അത് ആ ഒരു പോയിന്റഡ് ടു എ ഡിവൈസ് മീൻസ് വാട്ട്? ഈ ഫയൽ എവിടെയാണ് ആ ഒരു ഡിവൈസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് ആ ഒരു ലൊക്കേഷൻ മീൻസ് ദ പാത്ത്. ആക്ച്വലി ലൊക്കേഷൻ ഇവിടെ ഇൻഡിക്കേറ്റ് എന്താണ്? പാത്ത്. അതായത് ഏത് ഡയറക്ടറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഈ ഒരു ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ലൊക്കേഷൻ, അതാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാം. സപ്പോസ് ഇത് എൻ്റെ ഒരു ഫോൾഡറാണ്. അപ്പോൾ ഈ ഫോൾഡറിൽ എനിക്കിപ്പം അറിയുന്ന ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ട്, ഇതിൻ്റെ ടൈപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എൻ്റെ പാത്തൊക്കെ വി വിൽ ബി യൂസിങ് റൈറ്റ് ക്ലിക്ക് ദിസ് ഓപ്ഷൻ, ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ നമുക്കിവിടെ കിട്ടും ദിസ് ഇസ് ദ ടൈപ്പ്. വാട്ട് ടൈപ്പ് ഓഫ് ഫയൽ? ദിസ് ഇസ് എ ഫോൾഡർ or directory. And the location means where this folder or the directory is located. So our location means simply the path. Okay, that's the location is the pointed to device and the location of file on that device. That means the path, the general form, the name of the file or the directory that specifies a unique location in the file system. Okay, next is the size. അവിടെ നമ്മൾ സൈസും കണ്ടിരുന്നു. Size means it's a current size of the file. It may be in bytes, words or blocks, and possibly the maximum allowed size are included in this attribute. Okay, that means it defines the size of the file in bytes. ആ ഒരു ഫയലിൻ്റെ size. Okay, it may be in KB or in MB etc.
Next is protection. Protection it attributes is a fundamental property. It's a fundamental property of the file. That means access control information determines. Actually, protection means it's access control information. ആ ഒരു ഫയലിനെ ആക്സസ് ചെയ്യാനുള്ള കൺട്രോൾ ഇൻഫർമേഷൻ. ഓക്കെ, ദാറ്റ് ഡിറ്റർമൈൻസ് ഹൂ ക്യാൻ ഡു റൈറ്റിംഗ് എക്സിക്യൂട്ടിംഗ് ആൻഡ് സോ ഓൺ. അപ്പോൾ ആ ഒരു ഫയൽ ആർക്കൊക്കെ റീഡ് ചെയ്യും. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റീഡിംഗ് പർപ്പസിന് മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്യാനുള്ള പർപ്പസ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്സസ് റൈറ്റ്സിന് സെറ്റ് ചെയ്യുന്നതാണ് ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. ഓക്കെ. Finally, time, date and user identification. This information it may be kept for creation, last modification and last use. നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തത്, ദ ക്രിയേറ്റർ ഓഫ് ദ ഫയൽ ഇൻ വിച്ച് ടൈം ആൻഡ് ഏത് ഡേറ്റിലാണ് ആ ഡേറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്യും. ദെൻ എ ടൈം, ദെൻ ലാസ്റ്റ് മോഡിഫിക്കേഷൻ, ആ ഫയൽ ഞാൻ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ലാസ്റ്റ് യൂസ് ചെയ്ത്, ഇതൊക്കെ എന്തിനാണ് അറിയുന്നത്? ദീസ് ഡേറ്റ വിൽ ബി യൂസ്ഡ് ഫോർ protection, security and usage monitoring. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഫയൽ ആട്രിബ്യൂട്ട്സ്. ഏതൊക്കെയാണ്? ഇറ്റ്സ് എ നെയിം, ഐഡൻറ്റിഫയർ, ടൈപ്പ്, ലൊക്കേഷൻ, സൈസ്, പ്രൊട്ടക്ഷൻ, ദെൻ ടൈം, ഡേറ്റ് ആൻഡ് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് സെക്ഷൻ ഇസ് ഫയൽ ഓപ്പറേഷൻ. ഫയൽ ഓപ്പറേഷൻ പറയുമ്പോൾ വാട്ട് ഈസ് ഫയൽ ഓപ്പറേഷൻ? എന്തൊക്കെ ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻസ് ആണ് പെർഫോം ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ വയ സിസ്റ്റം കോൾ. സിസ്റ്റം കോൾസ് വഴി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫയൽ ഓപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫണ്ടമെൻ്റലി ദർ ആർ 6 ഫയൽ ഓപ്പറേഷൻസ് ആർ ദർ പെർഫോംഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ വയ സിസ്റ്റം കോൾ. ഫസ്റ്റ് വൺ ഇസ് ക്രിയേറ്റിംഗ് എ ഫയൽ. ഓക്കെ, എന്താണ് ക്രിയേറ്റിംഗ് എ ഫയൽ മീൻസ് വാട്ട്? A function, that is system call or the function called create is used for creating a blank file. So what is the purpose of creating, what is the purpose of this system call is to create a blank file. A blank file create ചെയ്യാനാണ് ഈ ഒരു system call യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതിന് വേണ്ടിയിട്ട് there are 2 steps are necessary to create a file. First step means the space in the file system must be found for the file. ഫയൽ സിസ്റ്റത്തിൽ ആ ഒരു ഫ്രീ സ്പേസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. വെദർ ദ സ്പേസ് ഇസ് അവൈലബിൾ ഫോർ ഹോൾഡിംഗ് ദ ഫയൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ദ സ്പേസ്. ദ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ദ എൻട്രി ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ഡയറക്ടറി. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിയിലായിരിക്കും. സോ ആ ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പെർട്ടിക്കുലർ ഡയറക്ടറിയിൽ ദാറ്റ് എൻട്രി ഷുഡ് ബി മെയ്ഡ്. ഓക്കെ, ആ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് എവിടെയാണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഫയൽ സിസ്റ്റത്തിൽ എവിടെയാണ് ആ ഒരു ഫയൽ ഡയറക്ടറിയിൽ ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു എൻട്രി നമ്മൾ മെയ്ഡ് ചെയ്യണം. സോ ദിസ് ഇസ് ദ 2 steps to create a file. For system call create the system call is used to create a blank file. So the 2 steps are necessary to create the file. First is the space in the file system must be found for the file. Secondly, an entry should be made in the directory. Okay, next one is writing a file. Writing a file means what? System call write is used for writing to a particular file. Okay, ഈ ഒരു writing a file means what? To write this file, we make the system call specify both the name of the file and the information to be written to the file. Writing file means ആദ്യം we should specify the name, ഫയലിൻ്റെ പേര് പറയണം, then the content or the data to be written to the file. So അതിന് വേണ്ടിയിട്ട് write pointer, the operating system must keep a write pointer to the location in the file where the next write is to takes place. അടുത്ത റൈറ്റ് എവിടെയാണ് പെർഫോം ചെയ്യേണ്ടത് ആ ഒരു പോയിന്ററിലോട്ട് മൂവ് ചെയ്യുക. ആ ഒരു പോയിന്റർ കീപ്പ് ട്രാക്ക് ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ പോയിന്ററിലോട്ടാണ് ഇൻഫോർമേഷൻ ആഡ് ഓൺ ചെയ്ത് റൈറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീഡിംഗ് എ ഫയൽ. Reading a file means system called read is used for reading from a particular file. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ആ നെയിം ഓഫ് ദ ഫയൽ റീഡ് ചെയ്യണം. പിന്നെ വേർ ഇൻ മെമ്മറി ദ നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് ഫയൽ ഷുഡ് ബി പുട്ട്. അപ്പോൾ എവിടെയാണ് നെക്സ്റ്റ് ഡേറ്റ റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇറ്റ് സ്പെസിഫൈസ് ബോത്ത് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫയൽ ഫ്രം വിച്ച് വേർ ദ ഡേറ്റ ഇസ് ടു ബി റീഡ്. എവിടെ നിന്നാണ് ആ ഡേറ്റ റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡേറ്റ പുട്ട് ചെയ്യേണ്ടത്. സോ ആ ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ റീഡ് സിസ്റ്റം കോൾസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഡയറക്ടറിയിൽ സെർച്ച് ചെയ്തിട്ട് റീഡ് പോയിന്റർ ഉണ്ടാവും. ആ റീഡ് പോയിന്റർ വെച്ചിട്ടാണ് അടുത്ത
ഏതാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ യൂസസ് ദ സെയിം പോയിന്റർ. ഓക്കെ, that's all about reading a file. Then next is repositioning within a file. What is repositioning? Repositioning means what? The system called seek is used to reposition the current pointer to a specific file in the specific space in the file. അതായത് ഇപ്പം കറണ്ട് പോയിന്റർ എവിടെയാണ് ഇരിക്കുന്നത് അതിനെ ഒരു സ്പെസിഫിക് പ്ലേസ്, ഫയലിൻ്റെ ഒരു സ്പെസിഫിക് പ്ലേസിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടും ഡയറക്ടറിയാണ് സെർച്ച് ചെയ്യുന്നത്, ഒരു അപ്രോപ്രിയേറ്റ് എൻട്രി എവിടെയാണ് ആ പെർട്ടിക്കുലർ സ്പേസ്. അതുപോലെ കറണ്ട് ഫയൽ പൊസിഷനും ആ ഒരു പെർട്ടിക്കുലർ വാല്യൂലോട്ട് റീപൊസിഷൻ ചെയ്യണം. ഓക്കെ, so this is a repositioning with a file. Next one is deleting a file. Deleting a file, again the delete system call is used for deleting a file when it is not needed. So ഇവിടെയും ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് we search the directory for the named file. ആ പെർട്ടിക്കുലർ ഡയറക്ടറി, ഏത് ഡയറക്ടറിയിലാണ് ഒരു ഫയൽ ഹോൾഡ് ചെയ്യണം. സോ then having found the associated directory entry, we release all the file space so that it can be reused by other space and erase the directory entry. അപ്പം ആ ഒരു ഡയറക്ടറി സെർച്ച് ചെയ്ത് ആ ഒരു ഡയറക്ടറി ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടറിക്കകത്തുള്ള ആ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യും, അതിൻ്റെ സ്പേസ് റിലീസ് ചെയ്യും. സോ and erase that directory entry. ആ ഡയറക്ടറി എൻട്രീനെ ഇറേസ് ചെയ്യും and that space it can be used by other files. Okay. Then sixth operation is the truncating a file. Truncate, what's the difference between deleting and truncating? Deleting a file means deleting the entire file from that particular directory entry. അപ്പോൾ ആ ഡയറക്ടറി എൻട്രിനകത്ത് ഈ ഒരു ഫയൽ ഉണ്ടാവത്തില്ല. ബട്ട് ട്രങ്കേറ്റിംഗ് എ ഫയൽ മീൻസ് ഇറേസിങ് ഓൺലി ദ കണ്ടൻസ് ഓഫ് ദ ഫയൽ ബട്ട് കീപ്പിംഗ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. ആൻഡ് ആട്രിബ്യൂട്ട്സ് ആസ് സച്ച് തന്നെ കൊടുത്തിട്ട് വിൽ ഡിലീറ്റ് ദ ഓർ erase the contents of the file. Okay, instead of deleting the whole file, this attributes of the file remains the same. സോ അവിടെ എന്താണ് നടക്കുന്നത്? ആ ഒരു ഫയൽ ഓക്യുപ്പൈ ചെയ്ത സ്പേസ് റിലീസ് ചെയ്യത്തുള്ളൂ. ലെങ്ത് ഓഫ് ദ ഫയൽ ചേഞ്ചസ് ടു 0. ലെങ്ത് ഓഫ് ദ ഫയലിൻ്റെ അകത്തുള്ള സൈസ് എന്താണ്? ചേഞ്ചസ് ടു 0. കാരണം കണ്ടൻറ്റ് എല്ലാം ഇറേസ് ചെയ്തുകൊണ്ട് ലെങ്ത് ഓഫ് ദ ഫയൽ ചേഞ്ചസ് ടു 0. Okay, and these are the operations, file operations performed by the operating system available via system call. Okay. Last one is a file types. File type means operating system to recognize and support file types. Operating system ഇപ്പം .c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a source file എന്ന് recognize ചെയ്യണം. So if an operating system recognizes the type of file, it can operate on that file in reasonable ways. Okay. The system uses the extension to indicate the type of file and the type of operations can be done on that file. Okay. അപ്പം file types ഉള്ള some of the file types you must ഈ ഒരു ടേബിൾ പഠിക്കുക. മിനിമം ഒരു 5 ഫയൽ ടൈപ്സ് എങ്കിലും നോക്കി വെക്കുക ഈ ടേബിളിൻ്റെ. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ .exe അല്ലെങ്കിൽ .com .bin etc. ഫംഗ്ഷൻ മീൻസ് റെഡി ടു റൺ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .obj ആയിരിക്കും. ഇറ്റ്സ് എ കമ്പൈൽഡ് മെഷീൻ ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലിങ്ക്ഡ്. Okay, then next is a source code. Source code എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം .c അല്ലെങ്കിൽ .cpp or .java. Okay, this is a source code in various programming languages. Next is batch. Batch എന്ന് പറയുമ്പോൾ batch programs ഒക്കെ ചെയ്തിട്ടുണ്ട്, ഷെൽ പ്രോഗ്രാംസ്. സോ അതിൻ്റെയാണ് .sh, the commands to the command interpreter. Okay, next is the text. Text എന്ന് പറയുമ്പം .txt, .doc, various word processor formats. Next is word processor itself, .wp, .doc, rtf. Text file type means textual data in documents. The various word processor format. Okay. Then library files under library files .lib, .dll. ചില ഫയൽസ് ഒക്കെ നമുക്ക് എന്താണ് ലൈബ്രറി ഫയൽസ് ഉണ്ട്. ലൈബ്രറി ഫയൽസ് മീൻസ് ഇറ്റ്സ് എ റൂട്ടീൻ ഫോർ ദ പ്രോഗ്രാമേഴ്സ്. Then print or view, PS, PDF or JPG for printing or viewing. Next is RG file. RG file means for zipped files ഒക്കെ വരുന്നതാണ് RG file type വരുന്നത്.
ദാറ്റ് മീൻസ് ഫയൽസിനെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ഫയലിലാക്കുക. ദാറ്റ് ഈസ് .zip, .tar, .arc. Later files grouped into one file, sometimes compressed for archiving or storage. Okay. Next is multimedia type file. അതായത് നമ്മുടെ നിങ്ങളുടെ മൂവീസ് .mp3 or MPEG, AVI, etc. So binary file containing audio അല്ലെങ്കിൽ audio video informations ആണ് മൾട്ടിമീഡിയ ടൈപ്പ് ഫയൽ ടൈപ്പിൽ ഉണ്ടാവുന്നത്. സോ ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫയൽസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് അതിൽ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഫയൽ ടൈപ്സ്, ഫയൽ ആട്രിബ്യൂട്ട്, ഫയൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ഫയൽ ഓപ്പറേഷൻ ഏതൊക്കെ ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫയൽ ആട്രിബ്യൂട്ട്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തും ചോദിക്കാം. അല്ലെങ്കിൽ ഒരു എസ്സേ പാർട്ടിൻ്റെ സബ് പാർട്ടായിട്ടും മേ ബി ചോദിക്കാം. ഓക്കെ, താങ്ക് യു.